ഈ മാസം 11-നാണ് രാഹുലിനെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. തുടർന്ന് 18 ദിവസമാണ് രാഹുൽ ജയിലിൽ കഴിഞ്ഞത്. കഴിഞ്ഞ ജനുവരി 8-ന് ഓൺലൈനായി മൊഴി രേഖപ്പെടുത്തിയ ശേഷം ജനുവരി 9-നാണ് തിരുവനന്തപുരത്ത് പരാതി സ്വീകരിച്ചത്. എന്നാൽ രാഹുലിനെതിരായ മൂന്നാമത്തെ പീഡനക്കേസിൽ പത്തനംതിട്ട സെഷൻസ് കോടതി ഇന്നലെ ജാമ്യം അനുവദിച്ചതോടെ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനുള്ള സാധ്യതകൾ ഏറിയിരിക്കുകയാണ്. മൂന്നാമത്തെ പരാതിയിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. 2024 ഏപ്രിലിൽ തിരുവല്ലയിലെ ഒരു ഹോട്ടൽ മുറിയിൽ പരാതിക്കാരിയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതിക്കാരി പോലീസിൽ വിശദമായ പരാതി നൽകിയിരുന്നു. പരാതി നൽകാൻ വൈകിയെന്നും അറസ്റ്റിന്റെ കാര്യത്തിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും നിരീക്ഷിച്ച കോടതി ലൈംഗിക പീഡന കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു. രാഹുലിനെതിരായ മൂന്നാമത്തെ പീഡനക്കേസിലാണ് പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കാനഡയിലുള്ള അതിജീവിതയെ പ്രതി എങ്ങനെ ഭീഷണിപ്പെടുത്തുമെന്നും വിധിയിൽ പറയുന്നുണ്ട്. ബന്ധം പരസ്പര സമ്മതത്തോടെയെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖ പ്രതിഭാഗം ഹാജരാക്കിയിരുന്നു. യുവതിയുടെ മാത്രം ശബ്ദമുള്ള പെൻഡ്രൈവാണ് പ്രതിഭാഗം ഹാജരാക്കിയത്. ആരുടെയും സമ്മർദ്ദമില്ലാത്ത രീതിയിലാണ് പെൻഡ്രൈവിലെ യുവതിയുടെ ശബ്ദരേഖ കേൾക്കുന്നതെന്ന നിരീക്ഷണവും കോടതി നടത്തി. ആരുടെയും സമ്മർദ്ദമില്ലാത്ത രീതിയിലാണ് പെൻഡ്രൈവിലെ യുവതിയുടെ ശബ്ദരേഖ കേൾക്കുന്നതെന്ന നിരീക്ഷണവും കോടതി നടത്തി. എന്നാൽ ഇത് അതിജീവിതയുടെ ശബ്ദമാണെന്ന സ്ഥിരീകരണം കോടതി നടത്തിയില്ല. അന്വേഷണം പൂർത്തിയാകും വരെ റിമാൻഡ് തുടരേണ്ട സാഹചര്യമില്ലെന്നും കുറ്റാരോപിതൻ ജാമ്യത്തിലായാലും അന്വേഷണം പൂർത്തിയാക്കാമെന്നും വിലയിരുത്തിയാണ് ജാമ്യം അനുവദിച്ചത്. തെളിവ് ശേഖരണത്തിന് മതിയായ സമയം ലഭിച്ചുവെന്നും ഉത്തരവിലുണ്ട്. 50,000 രൂപയുടെ 2 ആൾജാമ്യം, അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും വരെ 3 മാസം എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം, അന്വേഷണവുമായി സഹകരിക്കണം, വിളിപ്പിച്ചാൽ ഹാജരാകണം, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, പരാതിക്കാരിയെ നേരിട്ടോ സമൂഹ മാധ്യമത്തിലൂടെയോ ഭീഷണിപ്പെടുത്താൻ പാടില്ല തുടങ്ങിയ നിബന്ധനകളാണ് ജാമ്യ ഉത്തരവിലുള്ളത്. തിരുവല്ലയിലെ ഹോട്ടൽ മുറിയിലെ പീഡനം കഴിഞ്ഞ് പരാതി നൽകാൻ വൈകിയെന്ന് ഉത്തരവിൽ പറയുന്നു. കേസിന് ആസ്പദമായ സംഭവം കഴിഞ്ഞും പരാതിക്കാരിയും പ്രതിയും നല്ല ബന്ധത്തിലായിരുന്നു. വിവാഹിതയായിരിക്കുന്ന വ്യക്തിക്ക് എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകാൻ കഴിയുമെന്നും കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടി. പാലക്കാട് ഒന്നിച്ച് ഫ്ളാറ്റ് വാങ്ങാൻ ശ്രമിച്ച കാര്യം വിധിയിൽ ചൂണ്ടിക്കാട്ടി. കേസിൽ നേരിട്ടുള്ള സാക്ഷികളില്ല. പ്രതിക്കെതിരെ മറ്റ് പരാതികൾ ഉയർന്നപ്പോഴാണ് പരാതിക്കാരി രംഗത്തെത്തുന്നത്. ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയ ശേഷവും പരാതിക്കാരി രാഹുലിന് പണം അയച്ചു. ഈ സമയത്തും രാഹുലുമായി നല്ല ബന്ധം തുടർന്നതിന് തെളിവായി ഫോൺ സന്ദേശങ്ങൾ ഉൾപ്പെടെ പ്രതിഭാഗം ഹാജരാക്കി. പീഡനക്കേസുകളിൽ പല കാരണങ്ങൾ കൊണ്ട് വിവരം പോലീസിനെ അറിയിക്കാൻ വൈകാറുണ്ട്. എന്നാൽ ഈ കേസിൽ 1 വർഷവും 9 മാസവും പരാതി നൽകാൻ വൈകിയതിന് കൃത്യമായ വിശദീകരണം നൽകാൻ പരാതിക്കാരിക്ക് കഴിഞ്ഞില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ബന്ധമാണ് യുവതിയുമായി ഉണ്ടായിരുന്നതെന്നാണ് പ്രതിഭാഗം പ്രധാനമായി വാദിച്ചത്. അതിലെ പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ പരാതിക്ക് കാരണം. പരാതിക്കാരി വിവാഹിതയാണെന്നും രാഹുലിന് ആദ്യം സന്ദേശം അയച്ച് പരിചയപ്പെട്ടത് യുവതിയാണെന്നും പരാതി അടിസ്ഥാനമാക്കി പ്രതിഭാഗം വാദിച്ചു. വിവാഹിതയായ പരാതിക്കാരി അതേസമയം തന്നെ രാഹുലുമായി ബന്ധം സ്ഥാപിച്ചു. ഗർഭാവസ്ഥയിലുണ്ടായ ശാരീരിക പ്രയാസങ്ങൾ മറച്ചുവെച്ച് ഭർത്താവിനോട് പരാതിക്കാരി കളവ് പറഞ്ഞു. രാഹുലിനെ രക്ഷിക്കാനാണ് അന്ന് യുവതി ശ്രമിച്ചത് എന്നുമുള്ള ശക്തമായ വാദങ്ങളാണ് പ്രതിഭാഗം ഉന്നയിച്ചത്. രാഹുൽ അന്വേഷണത്തോട് നിസ്സഹകരിക്കുന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. മൊഴിപ്പകർപ്പ് പരാതിക്കാരി ഡൗൺലോഡ് ചെയ്ത് ഒപ്പ് രേഖപ്പെടുത്തി തപാൽ വഴി SITക്ക് അയച്ചെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. നിരന്തരമായി സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടയാളാണെന്നും പുറത്തിറങ്ങിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നും വാദമുണ്ടായി. രാജ്യത്തിന് പുറത്തും പ്രതിക്ക് ബന്ധങ്ങളുണ്ട്. പ്രോസിക്യൂഷന്റെ ഈ വാദങ്ങൾ തള്ളിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം ലഭിച്ചത്. യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനും MLAയുമായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബലാത്സംഗ കേസുകളിൽ കുടുക്കി തളർത്താൻ നോക്കിയവർക്ക് രാഹുലിന്റെ ജാമ്യം അപ്രതീക്ഷിത പ്രഹരം തന്നെയാണ്. രാഷ്ട്രീയമായി ഈ വിവാദം രാഹുലിന് തിരിച്ചടിയാണ്. പാലക്കാട്ടെ മത്സരമോഹവും തകർന്നു. ഇതുതന്നെയായിരുന്നു ഈ ആരോപണങ്ങളുടെ രാഷ്ട്രീയ പ്രസക്തിയും. അവിവാഹിതനായ ഒരാൾക്ക് ഉഭയസമ്മതപ്രകാരം ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധത്തിലേർപ്പെടുന്നതിൽ നിയമപരമായി എന്ത് തെറ്റാണ് ഉള്ളതെന്ന് രാഹുൽ അനുയായികൾ ചോദിക്കുമ്പോൾ അതിൽ എന്ത് തെറ്റാണ് പറയാൻ സാധിക്കുക? രാഹുലിനെതിരെ ഇനിയും കേസുകൾ വരാൻ സാധ്യതയുണ്ടെന്നും അതിലൊരു പോക്സോ കേസ് പോലും ഉണ്ടെന്നുമുള്ള പ്രചാരണങ്ങൾക്കിടയിലാണ് കോടതിയുടെ ഈ സുപ്രധാന നിരീക്ഷണം വരുന്നത്. പോക്സോ കേസ് വന്നില്ലെങ്കിൽ രാഹുലിന് മുന്നിൽ ഇനി പ്രതിസന്ധികളില്ല. ഇതോടെ രാഹുലിനെതിരായ നിലവിലുള്ള കേസുകളെല്ലാം ചോദ്യമുനയിൽ എത്തുകയാണ്. സമ്മതത്തോടെയുള്ള ബന്ധം നിയമപരമായി അനുവദനീയമാണ്. വിവാഹിതനല്ലാത്ത ഒരാൾക്ക് എത്ര ബന്ധങ്ങൾ വേണമെങ്കിലും ഉണ്ടാകാം. അതിൽ ധാർമ്മികമായി പോലും തെറ്റില്ല എന്ന കോടതിയുടെ പരാമർശം രാഹുലിനെതിരെയുള്ള മറ്റ് ബലാത്സംഗ കേസുകളുടെ മുനയൊടിക്കുന്നതാണ്.
വരാനിരിക്കുന്ന കേസുകളിൽ പോക്സോ പോലുള്ള ഗൗരവകരമായ കുറ്റങ്ങൾ ചാർത്തപ്പെട്ടില്ലെങ്കിൽ ബാക്കി എല്ലാ കേസുകളിലും ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം രാഹുലിന് രക്ഷാകവചമാകും. പത്തനംതിട്ട, തിരുവനന്തപുരം കോടതികളിൽ നിന്ന് ഇതിനോടകം 2 കേസുകളിൽ ജാമ്യം ലഭിച്ച രാഹുലിന് ഹൈക്കോടതിയിലെ കേസുകൂടി അനുകൂലമായാൽ രാഷ്ട്രീയമായി വലിയൊരു തിരിച്ചുവരവിനാകും വഴിയൊരുങ്ങുക. പോക്സോ കേസ് എന്ന വജ്രായുധം കൂടി രാഹുലിനെതിരെ പ്രയോഗിക്കപ്പെട്ടില്ലെങ്കിൽ മാങ്കൂട്ടത്തിലിനെ പൂട്ടാനുള്ള നീക്കങ്ങളെല്ലാം വെള്ളത്തിലാകുമെന്ന് ഉറപ്പാണ്. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിയമപോരാട്ടത്തിൽ പത്തനംതിട്ട സെഷൻസ് കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ അതീവ നിർണായകമാണ്. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധങ്ങളും പരാതി നൽകുന്നതിലെ കാലതാമസവും ചൂണ്ടിക്കാട്ടിയ കോടതി വിധി നിലവിലുള്ള മറ്റ് കേസുകളുടെയും മുനയൊടിക്കുന്നതാണ്. രാഷ്ട്രീയമായി തളർത്താൻ ശ്രമിച്ചവർക്ക് ഈ ജാമ്യ ഉത്തരവ് വലിയ തിരിച്ചടിയാകുമ്പോൾ വരാനിരിക്കുന്ന കേസുകളിൽ പോക്സോ പോലുള്ള ഗുരുതര വകുപ്പുകൾ ഉൾപ്പെട്ടില്ലെങ്കിൽ രാഹുലിന്റെ രാഷ്ട്രീയ തിരിച്ചുവരവ് സുഗമമാകും. നിയമപരമായ ഈ രക്ഷാകവചം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ എന്ത് ചലനമുണ്ടാക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. രാഹുൽ മാങ്കൂട്ടവുമായി ഉയർന്നുവന്ന 3ാം പരാതിയിൽ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാൻ യുവനടി റിനി ആൻ ജോർജിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ 3ാമത്തെ പരാതിക്കാരി യുവതിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് റിനി ആൻ വ്യക്തമാക്കി. തന്റെ പേരും ഫോട്ടോയും ദുരുപയോഗം ചെയ്ത് അപവാദം പ്രചരിപ്പിക്കുകയാണെന്നും റിനി ആരോപിച്ചു. രാഹുലിനെതിരെ പരാതി നൽകിയ 3ാമത്തെ യുവതിയെ തനിക്ക് വ്യക്തിപരമായി അറിയില്ല. ഇന്നുവരെ അവരുമായി സംസാരിക്കുകയോ സന്ദേശങ്ങൾ അയക്കുകയോ നേരിട്ട് കാണുകയോ ചെയ്തിട്ടില്ല. ആരെങ്കിലും അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ തന്റെ പേര് വലിച്ചിഴച്ചിട്ടുണ്ടോ എന്ന് തനിക്കറിയില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് താൻ ഉത്തരവാദിയല്ല. 2025 ഓഗസ്റ്റിൽ താൻ പരാതിക്കാരിയെ ബന്ധപ്പെട്ടെന്ന ഫെനി നൈനാന്റെ വാദം തെറ്റാണെന്നാണ് റിനി പറയാതെ പറയുന്നത്. ഒരു തരത്തിലുള്ള ബന്ധവും തനിക്ക് ആ യുവതിയുമായി ഇല്ലെന്ന് റിനി ഉറപ്പിച്ചു പറയുന്നു. ആരോപണങ്ങളിൽ പറയുന്നത് പോലെ യാതൊരു ഗൂഢാലോചനയിലും തനിക്ക് പങ്കില്ല. തന്റെ പേര് അനാവശ്യമായി വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്നും റിനി ആവശ്യപ്പെട്ടു. ഫെന്നി നൈനാൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ റിനിക്കെതിരെ തെളിവുകളുണ്ടെന്ന് അവകാശപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് റിനിയുടെ ഈ പ്രതികരണം. റിനിയുടെ മുഖത്ത് കള്ളത്തരമുണ്ട് എന്ന ഫെനിയുടെ പരാമർശത്തിന് തനിക്കാരെയും ഭയമില്ല എന്ന നിലപാടിലാണ് റിനി. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ കേസിൽ ഗൂഢാലോചന ഉണ്ടെന്ന വാദവും റിനി തള്ളി. രാഹുലിനെതിരായ നീക്കങ്ങൾ വെറും ആരോപണങ്ങളല്ല, മറിച്ച് കൃത്യമായ പ്ലാനിംഗ് കൂടെ നടന്ന ഗൂഢാലോചനയാണെന്നാണ് ഫെനിയുടെ പക്ഷം. താൻ ആരെയും അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടില്ലെന്ന റിനിയുടെ ഫേസ്ബുക്ക് വാദത്തെ ഫെനി തള്ളി. രാഹുലിനെതിരെ ഇപ്പോൾ പരാതി നൽകിയ 3ാമത്തെ യുവതിയെ 2025 ഓഗസ്റ്റിൽ തന്നെ റിനി ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് ഫെനിയുടെ ആരോപണം. 2026 ജനുവരിയിൽ പരാതി നൽകിയ ആളെ മാസങ്ങൾക്ക് മുൻപേ റിനി എന്തിനു വിളിച്ചു എന്ന ചോദ്യമാണ് ഫെനി ഉയർത്തുന്നത്. പരാതിക്കാരി തന്നെ ഇക്കാര്യം തന്നോട് ചാറ്റിലൂടെ സമ്മതിച്ചിട്ടുണ്ടെന്നും റിനി ഇത് നിഷേധിക്കാൻ തുനിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അപ്പോൾ പുറത്തുവിടുമെന്നും ഫെനി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരുന്നു. 3ാം ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യം ലഭിച്ചതോടെ രാഹുൽ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയാം. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.